ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പാർവതി വിശാലിനോട് പറയും, സാർ വിഷമിക്കാതിരിക്കെ, ഈ പാവ പ്രഭാവതി അമ്മയ്ക്ക് വിധിച്ചിട്ടില്ല. സാർ അങ്ങനെ കരുതി സമാധാനിക്കണം. നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട സാധനമായാലും ശരി, നമ്മൾ അതിനെ എത്രയൊക്കെ കാത്തു സംരക്ഷിച്ചാലും ശരി, യോഗമില്ലെങ്കിൽ അത് കയ്യിൽ നിൽക്കില്ല. അതേസമയം പ്രഭാവതി പ്രതാപനെ ഫോൺ വിളിച്ചിട്ട് ചോദിക്കും, എന്തായി പ്രതാപ, നീ അയാളെ കണ്ടോ? അയാളോട് സംസാരിച്ചോ? അപ്പോൾ പ്രതാപൻ പറയും, അയാൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാമെന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് ഞാൻ അയാളെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പം ഞാൻ വിളിച്ചിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല. കുറേ വട്ടം വിളിച്ചു, കിട്ടുന്നില്ല. അപ്പോൾ പ്രഭാവതി പറയും, അയാളെ കിട്ടാതെ ഒരു സമാധാനം ഇല്ലല്ലോ പ്രതാപ. അപ്പോൾ പ്രതാപൻ പറയും, അയാൾക്കും പാർവതിക്കും എന്തോ ബന്ധമുണ്ടെന്നാണ് എൻ്റെ ബലമായ സംശയം. അവർ തമ്മിൽ കണ്ട് സംസാരിച്ചാൽ അത് നമുക്ക് പാരയാകുമോ എന്നാണ് എൻ്റെ പേടി. അപ്പോൾ പ്രഭാവതി പറയും, അവൾ അയാളെ കാണുന്നതിന് മുമ്പ് നീ അയാളെ കാണണം. നിന്നെ ഇത് ഏൽപ്പിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ പ്രതാപൻ പറയും, അയാൾ വരാത്തതിന് ഞാനിപ്പോൾ എന്താ ചെയ്യാം? അയാളെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഇനി ഞാൻ എങ്ങനെ ചേച്ചി അയാളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നത്? അപ്പോൾ പ്രഭാവതി പറയും, അവൾ ഇവിടെ നിന്ന് വിശാലിനെയും കൂട്ടി പുറത്തേക്ക് പോയിട്ടുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ അവനെയും കൊണ്ടുപോയത് അയാളുടെ അടുത്തേക്ക് തന്നെയായിരിക്കും. വിശാൽ അയാളെ കണ്ടാൽ എല്ലാം പൊളിയും. ഞാൻ നടത്തിയ കള്ളത്തരം മിക്കവാറും പാർവതി എന്ന് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കും. എടാ, ചുമ്മാതെയാണോ അവൾ ഇത്ര ധൈര്യത്തിൽ എന്നെ വെല്ലുവിളിച്ചത്? ഇനി എങ്ങനെ ഒന്ന് രക്ഷപ്പെടും? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഗാർഗി അവിടേക്ക് വരുന്നത്. പ്രഭാവതി അമ്മയെ കാണുമ്പോൾ ഗാർഗി വിചാരിക്കും, അമ്മയ്ക്കിത് എന്തു പറ്റി? വല്ലാതെ വിഷമിച്ചിരിക്കുകയാണല്ലോ. ഇങ്ങനൊരവസ്ഥയിൽ അമ്മയെ മുമ്പ് ഇതുവരെ കണ്ടിട്ടില്ല. പൂജയുടെ നേരത്ത് ഇവിടെ ഒന്ന് ഇരിക്കണമെങ്കിൽ എന്തോ ഉണ്ടല്ലോ. എന്നിട്ട് പ്രഭാവതിയോട് പോയിട്ട് ചോദിക്കും, എന്തു പറ്റി അമ്മേ? അമ്മ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നത്? താഴെ പൂജ നടക്കുകയല്ലേ, അമ്മ വരുന്നില്ലേ? എന്താ പ്രശ്നം? എന്താണെങ്കിലും അമ്മ എന്നോട് പറ. അപ്പോൾ പ്രഭാവതി പറയും, പ്രശ്നമൊന്നുമില്ല, ഒരു ചെറിയ തലവേദന, അതുകൊണ്ടാണ് പൂജയ്ക്ക് നിൽക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഗാർഗി ചോദിക്കും, തലവേദനയാണോ? വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഹോസ്പിറ്റലിൽ പോകണോ? ഒന്നും വേണ്ട, കുറച്ച് റെസ്റ്റ് എടുത്താൽ മാറിക്കോളും. എന്നാൽ അമ്മ റെസ്റ്റ് എടുത്തോളൂ. അപ്പോൾ പ്രഭാവതി ചോദിക്കും, പാർവതി വിശാലിനെയും കൊണ്ട് എങ്ങോട്ടാ പോയത്? നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ ഗാർഗി പറയും, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എന്തിന്? ബ്രോയോട് പോലും അത് അവൾ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് പാർവതിക്ക് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞിട്ട് ഗാർഗി അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം പൂജ കഴിഞ്ഞ് തിരുമേനി വിപിനോടും പല്ലവിയോടും പറയും, എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാകും. അധികം വൈകാതെ തന്നെ സന്താന സൗഭാഗ്യവും ലഭിക്കും. ഇത് കേൾക്കുമ്പോൾ ഗാർഗി മനസ്സിൽ പറയും, വിപിനും പല്ലവിക്കും സന്താന ഭാഗ്യം ഉണ്ടാകാൻ പോകുന്നു. വിനയ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും വിനയ്ക്കും കൂടെ ഈ പൂജയിൽ പങ്കെടുക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾക്കും സന്താന ഭാഗ്യം ഉണ്ടായേനെ. പിന്നെ കാണിക്കുന്നത് തിരുമേനി വന്നിട്ട് പ്രഭാവതിയോട് പറയും, പൂജ ഭംഗിയായി കഴിഞ്ഞു മേഡം. അപ്പോൾ പ്രഭാവതി തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുകയാണ് കേട്ടോ. ദക്ഷിണ വാങ്ങിയതിനു ശേഷം തിരുമേനി പ്രഭാവതിയോട് പറയും, പൂജയ്ക്കിടയിൽ എൻ്റെ മനസ്സിൽ ചില നിമിത്തങ്ങൾ കാണുകയുണ്ടായി. എന്ത് നിമിത്തം തിരുമേനി? അപ്പോൾ തിരുമേനി പറയും, മേഡം ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തെ നേരിടാൻ പോവുകയാണ്. അത് മേഡത്തിനെ ഒരു വലിയ ഊരാക്കുടുക്കിൽ കൊണ്ടു ചെന്നെത്തിക്കും. അപ്പോൾ പ്രഭാവതി ചോദിക്കും, അതെന്താണെന്ന് ശരിക്കൊന്ന് പറയാൻ പറ്റുമോ? അത് പറ്റില്ല, പക്ഷേ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക. ഇനിയുള്ള ഓരോ ചുവടുവെപ്പും വളരെ ശ്രദ്ധിച്ചു വേണം. അങ്ങനെ ശ്രദ്ധിച്ചാൽ വരാൻ പോകുന്ന അപകടത്തിൽ നിന്ന് ഒരു പരിധിവരെ മേഡത്തിനെ രക്ഷപ്പെടാം. പറഞ്ഞത് മറക്കണ്ട, ഓരോ നിമിഷവും വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് തിരുമേനി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പ്രഭാവതിയുടെ മനസാക്ഷി പ്രഭാവതിയോട് വന്നിട്ട് പറയും, നിന്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത് പ്രഭാവതി. നീ തോറ്റു പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുകയാണല്ലോ. നിന്റെ സാമർത്ഥ്യമൊക്കെ എവിടെ പോയി? പുത്രസ്നേഹം എന്ന മായാവലയത്തിൽ നീ വിശാലിനെ കാലാകാലമായിട്ട് മയക്കി കിടത്തിയിരിക്കുകയായിരുന്നില്ലേ? പക്ഷേ ഇപ്പോൾ അവൻ ആ വലയം പൊട്ടിച്ച് നിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും എത്രയും പെട്ടെന്ന് അവൻ നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പുറത്താക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതിന്റെ സൂചനയായിരിക്കും ആ തിരുമേനി നിനക്ക് തന്നത്. എന്തായാലും നിന്റെ സ്ഥിതി പരമദയനീയമാണ് പ്രഭാവതി. ഇത് കേട്ട പ്രഭാവതി ഒന്ന് പേടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇനി പരാജയപ്പെടാൻ ഈ പ്രഭാവതി ഇല്ല. 16 വർഷമായിട്ട് ഞാൻ പരിശ്രമിക്കുന്നത് ഇവിടുത്തെ സ്വത്തുക്കൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്. അതെനിക്ക് നേടിയെടുക്കണം. ഈ ലക്ഷ്യം എനിക്ക് സാധിക്കണം. ഈ സ്വത്തുക്കൾ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എല്ലാം ഞാൻ നശിപ്പിക്കും. ഈ വീട് ചുട്ടു ചാമ്പലാക്കും. ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവൻ അന്യാധീനമാക്കും. എന്നിട്ട് വീണ്ടും പ്രതാപന് ഫോൺ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കും, എന്തേ പ്രതാപ, അയാളെ കണ്ടോ? ഇല്ല ചേച്ചി, അയാൾ തിരക്കി ഞാൻ ഈ നാട് മുഴുവൻ തിരിഞ്ഞു, എന്നിട്ടും അയാളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. എടാ കിഴങ്ങ, നീ ഇങ്ങനെ ഒരു വകിക്ക് കൊള്ളാത്തവനായാലോ.
എനിക്ക് കുറച്ചുകൂടെ സമയം താ ചേച്ചി, ഞാൻ എങ്ങനെയെങ്കിലും അയാളെ കണ്ടുപിടിച്ച് തരാം. നീ എങ്ങനെ കണ്ടുപിടിക്കും പ്രതാപ? ഇത്രയും നാൾ നമ്മൾ വെറുതെ ഇരുന്നത് ശരിയായില്ല. ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ്. അല്ലാതെ എത്ര നാൾ ഇങ്ങനെ പേടിച്ചു കഴിയും? അതുകൊണ്ട് നമ്മളിനി അവസാന യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. നിനക്ക് സഹായത്തിന് ആളെ വേണമെങ്കിൽ വിളിക്കാം. അതിന് എത്ര ആളുകൾ വേണമെങ്കിലും ആകാം. ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ പ്രഭാവതി പറയും, തീർക്കാൻ പോകുന്നു. വിശാലും പാർവതിയും ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. രണ്ടിനെയും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. നീ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. നീ എൻ്റെ ഒപ്പം നിൽക്കണം. ശരി ചേച്ചി. അപ്പോൾ പ്രഭാവതി പറയും, വിശാലിൻ്റെ കാറിൽ ഞാനൊരു GPS വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ എവിടെ പോയാലും എനിക്കത് അറിയാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഞാൻ നിനക്ക് അയച്ചു തരാം. അത് വെച്ച് അവരെവിടെയാണെന്ന് നീ കണ്ടെത്തണം. എന്നിട്ട് അവരവിടെ വെച്ച് തന്നെ തീർക്കണം. ഇനി ഈ പ്രഭാവതിക്ക് കേൾക്കേണ്ടത് രണ്ടും ചത്തു എന്ന വാർത്തയാണ് എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് ആ ലിങ്ക് പ്രതാപൻ അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പാർവതിയും വിശാലും കാറിൽ പോകുന്നതാണ്. അപ്പോൾ പാർവതി മനക്കണ്ണിലൊരു കാഴ്ച കാണും കേട്ടോ. അതുവഴി പോയ ഒരു ബൈക്കിൽ ഒരു ചെറുക്കനും സ്ത്രീയും ഒരു ബൈക്കിൽ പോയിണ്ടായിരുന്നു. ആ ബൈക്കിൽ പോയവരെ ഒരു വണ്ടി അടിച്ച് തെറിപ്പിക്കുന്നതാണ് കേട്ടോ പാർവതി മനക്കണ്ണി കണ്ടത്. എന്നിട്ട് ആ കാര്യം പാർവതി വിശാലിനോട് പറയാണ്. എന്നിട്ട് പറയും, സാറൊന്ന് വേഗം പോകണം, ആ അപകടത്തെ കുറിച്ച് അവരോട് പറയണം. അങ്ങനെ വിശാല് അവരോട് പറയാൻ വേണ്ടി കാർ വേഗത്തിൽ ഓടിക്കുകയാണ് കേട്ടോ. പാർവതിയും വിശാലും വരുന്നതും കാത്ത് പ്രതാപൻ ഒരു വാനും കൊണ്ട് വഴിയിൽ നിൽക്കുന്നുണ്ട്. അവരെ GPS നോക്കുമ്പോൾ അവരെത്താറായി എന്ന് മനസ്സിലാക്കിയ പ്രതാപൻ ആ വണ്ടിയുടെ ഡ്രൈവറിനോട് പറയും, ഒറ്റയടിക്ക് അവരെ തീർക്കണം, ഇനിയല്ല നിന്റെ കയ്യിലാണെന്ന് പറഞ്ഞിട്ട് വിശാലിൻ്റെയും പാർവതിയുടെയും കാറ് വരുമ്പോൾ അയാൾ അവരെ വണ്ടി ഇടിച്ച് തെറിപ്പിക്കുകയാണ് കേട്ടോ. വണ്ടിയിൽ ചോരയൊലിച്ച് ബോധം കെട്ട് കിടക്കുന്ന വിശാലിൻ്റെയും പാർവതിയുടെയും ഫോട്ടോ പ്രതാപം മൊബൈലിൽ പിടിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയും, അങ്ങനെ രണ്ടിൻ്റെയും കഥ കഴിഞ്ഞു. പരലോകത്തിലേക്കുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ ആ വണ്ടിയിൽ കയറി പോവുകയാണ്. അങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.